സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഗലീല കടലിലൂടെ ശിഷ്യന്മാരും ഒന്നിച്ച് പടകിൽ യാത്ര ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാണുകയാണ്. അവിടുന്ന് പടകിൻ്റെ അമരത്ത് തലേണ വെച്ചുറങ്ങുകയാണ്. ശിഷ്യന്മാർ തുഴഞ്ഞ് പടകിനെ മുൻപോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പശ്ചാത്തലം. എന്നാൽ പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റുണ്ടായിട്ട് പടകിലേക്ക് തിര അടിച്ചു കയറി. പടക് മുങ്ങുമാറായി. ശിഷ്യന്മാർ ഭയവിഹ്വലരായി ഉറക്കെ നിലവിളിച്ചു. അപ്രതീക്ഷിതമായുണ്ടായ ഈ ഭയാനകമായ ചുഴലിക്കാറ്റ് പടകിനെ തകർത്ത് കളയും എന്ന് ചിന്തിച്ചുകൊണ്ട് ഭയവിഹ്വലരായി തീർന്ന ശിഷ്യന്മാർ അമരത്ത് തലേണ വെച്ചുറങ്ങുകയായിരുന്ന യേശു കർത്താവിനെ വിളിച്ചുണർത്തി. അവർ ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഈ ചോദ്യം പലപ്പോഴും നാം ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ നാം അറിയാതെ കർത്താവിനോട് ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണിത്. കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇത്രമാത്രം വലിയ ഒരു പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു, എന്നാൽ അവിടുന്ന് എന്നെ സഹായിക്കുന്നില്ല, എന്നെ രക്ഷിക്കുന്നില്ല, ഞാൻ നശിക്കാൻ തുടങ്ങുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. കോരഹപുത്രന്മാർ ചോദിച്ചതുപോലെ പലപ്പോഴും നാം ചോദിക്കാറുണ്ട്. 42-ാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ ഇതേപോലെ തന്നെ കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 42-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. കർത്താവിനോട് കോരഹപുത്രന്മാർ ചോദിക്കുകയാണ്, കർത്താവേ, നീ എന്നെ മറന്നതെന്ത്? ഞാൻ ഇങ്ങനെ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത്? എന്നാൽ 42-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കോരഹപുത്രന്മാർ അവരോട് തന്നെ പറയുന്നതായൊരു മറുപടി അവിടെയുണ്ട്. അതിങ്ങനെയാണ്: എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. വാസ്തവത്തിൽ നമ്മുടെ പ്രയാസങ്ങളുടെ സമയത്ത് നാം അറിയാതെ ചോദിച്ചു പോകുന്നൊരു ചോദ്യം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ശിഷ്യന്മാരും അത് തന്നെയാണ് ചോദിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവിനെ അവർ ഉണർത്തി. യേശു കർത്താവ് എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കടൽ ശാന്തമായി, കാറ്റടങ്ങി. അവർ അത്ഭുതപ്പെട്ടു. അവർ തമ്മിൽ ചോദിക്കുകയാണ്, ഇവൻ ആരാണ്? ഇത്രമാത്രം പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഇവൻ ആരാണ്? അവർ തമ്മിൽ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. എന്നാൽ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുന്ന ചില ചിന്തകളാണ് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പടകിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്തിരുന്ന ശിഷ്യന്മാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ടാണ് അവർ ഇത്രമാത്രം ഭയപ്പെട്ടതെന്ന് കാണുവാൻ സാധിക്കും. യേശു കർത്താവ് ആ പടകിൻ്റെ അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. ഈ പടകിൻ്റെ അമരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായൊരു ഭാഗമാണ്. അമരത്തെപ്പറ്റി നന്നായി അറിയണമെങ്കിൽ പള്ളിയോടങ്ങൾ എന്താണെന്നറിയണം. ഞങ്ങളുടെ അടുത്ത് ആറന്മുള എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ വർഷവും ഒരു ജലമേള നടക്കാറുണ്ട്. ഉത്രിട്ടാതി ജലമേള എന്നാണ് അതിൻ്റെ പേര്. ആ ജലമേളയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾ പള്ളിയോടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അമരം വളരെ ഉയരത്തിലാണ്. അത് സാധാരണ വള്ളങ്ങൾ പോലെയല്ല. അമരത്ത് നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അമരക്കാരനാണ് ആ വള്ളത്തെ നിയന്ത്രിക്കുന്നത്. നല്ല പരിചയമുള്ള ആൾ വേണം ഈ അമരത്തിൽ നിൽക്കുവാൻ. അല്ലാത്ത പക്ഷം ഈ വള്ളം ഉദ്ദേശിച്ച ദിക്കിലേക്ക് പോകാതെ വരാം. അതുകൊണ്ട് അമരമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലും ഇതേ കാര്യം തന്നെ നാം കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം: കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. വാസ്തവത്തിൽ ഈ അമരമാണ് കപ്പലിനെ അല്ലെങ്കിൽ പടകിനെ നിയന്ത്രിച്ചു വിടുന്നതായ സ്ഥാനം.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ പടകിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് അമരത്താണ് തലേണ വെച്ച് ഉറങ്ങിയത്. അർത്ഥാൽ ആ പടകിനെ നിയന്ത്രിക്കുന്നതായ സ്ഥാനത്താണ് കർത്താവ് കിടക്കുന്നത്. അപ്രധാനമായ ഒരു സ്ഥാനത്തല്ല അവിടുന്ന് കിടക്കുന്നത്. അത് ശിഷ്യന്മാർ ഗ്രഹിച്ചില്ല എന്നുള്ളതും ഒരു ചിന്തനീയമായ കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിത പടകിൻ്റെ അമരത്ത് കർത്താവ് ഉണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. ആ ജീവിത പടകിനെ നിയന്ത്രിച്ചു വിടുന്നതായ സ്ഥാനം, ജീവിതത്തിൻ്റെ നിയന്ത്രണം കർത്താവിനാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം ഒന്നുകൊണ്ടും പതറേണ്ടുന്ന ആവശ്യമില്ല. വിവിധ പ്രശ്നങ്ങളാകുന്ന കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റൊക്കെ പടകിലേക്ക് തള്ളിക്കയറിയാലും ഈ പടകിൻ്റെ അമരത്ത് കർത്താവുണ്ടെങ്കിൽ, ഈ ജീവിത പടകിൻ്റെ നിയന്ത്രിക്കുന്ന സ്ഥാനത്ത് കർത്താവുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും നാം ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. അവിടുന്ന് നമ്മെ സഹായിക്കുവാൻ ശക്തനാണ്. നമ്മുടെ ജീവിത പടകിനെ നിയന്ത്രിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. അതുകൊണ്ട് ഈ ജീവിത പടകിൻ്റെ നിയന്ത്രണം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ അമരത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം അത് കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ സുവിശേഷം നിമിത്തം തടവിലാക്കിയപ്പോൾ താൻ കൈസറെ അഭയം ചൊല്ലിയതായി നാം വായിക്കുന്നു. അങ്ങനെ കൈസറെ അഭയം ചൊല്ലിയതുകൊണ്ട് തന്നെ റോമയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ റോമയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അവരുടെ യാത്രയിൽ കപ്പൽ ഛേദം സംഭവിച്ചു എന്നാണ്. അവർ യാത്ര ചെയ്തിരുന്നതായ കപ്പൽ വലിയൊരു കൊടുങ്കാറ്റടിച്ച് ഇരുകടൽ കൂടിയോ ഒരു സ്ഥലത്തിന്മേൽ ഇടിച്ചു കയറിയപ്പോൾ ആദ്യം അതിൻ്റെ അമരമാണ് ഉടഞ്ഞുപോയത്. എന്ന് പറഞ്ഞാൽ ഈ പടകിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സ്ഥാനം, ഏറ്റവും ആദ്യം ഉടയാൻ സാധ്യതയുള്ളതായ സ്ഥാനം അതിൻ്റെ അമരമാണ്. ആ അമരം ഉടഞ്ഞതിന് ശേഷം മാത്രമേ മറ്റു ഭാഗത്തിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. യേശു കർത്താവ് കിടക്കുന്നത് ആ അമരത്താണ്. ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ രണ്ട് കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. പടകിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രിക്കുന്ന സ്ഥാനത്ത് യേശു കർത്താവ് തലേണ വെച്ച് കിടന്നുറങ്ങുന്നു. രണ്ടാമത്, പടകിൻ്റെ ഏറ്റവും ആദ്യം ഉടയുവാൻ സാധ്യതയുള്ള അമരത്ത് കർത്താവ് കിടക്കുന്നു. ഈ അമരം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ തന്നെയാണ് യേശു കർത്താവ് കിടക്കുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ലായിരുന്നു. നമ്മുടെ ജീവിത പടകിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ, അതിൻ്റെ നിയന്ത്രിക്കുന്നതായ ഭാഗത്ത് കർത്താവുണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. മാത്രമല്ല, നമ്മുടെ ജീവിത പടകിൻ്റെ ഏറ്റവും ആദ്യം ഉടയാൻ സാധ്യതയുള്ള അമരത്ത് തന്നെ കർത്താവുണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. കാരണം അമരം ഉടഞ്ഞിട്ട് മാത്രമേ ഈ പടകിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ. ആ അമരത്ത് തന്നെ കർത്താവുണ്ട്. ഇന്ന് രാവിലെ ഈ വചനം നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അമരത്ത് കർത്താവുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതായ സ്ഥാനമാണ്. മാത്രമല്ല, പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ ഒക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആദ്യം തകർന്നു പോകാൻ സാധ്യതയുള്ള ആ അമരത്ത് തന്നെ കർത്താവുണ്ട്. അതുകൊണ്ട് നാം ഒന്നുകൊണ്ടും പതറേണ്ടുന്ന കാര്യമില്ല. ഇന്ന് രാവിലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ സകല നിയന്ത്രണവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിത പടകിന് എന്തൊരു പ്രതിബന്ധമുണ്ടായിരുന്നാലും, ഏതൊരു പ്രശ്നമുണ്ടായിരുന്നാലും, അമരത്ത് കർത്താവ് ഉള്ളിടത്തോളം നാം ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ടെന്ന ആവശ്യമില്ല. കാരണം സകലത്തെയും നിയന്ത്രിക്കുന്ന സർവത്തിൻ്റെ ഉടമസ്ഥനായ സർവാധികാരിയായ കർത്താവ് നമ്മുടെ ജീവിത പടകിൻ്റെ അമരത്ത് തന്നെയുണ്ട്. ഇന്ന് രാവിലെ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. കൊടുങ്കാറ്റുകളോ ചുഴലിക്കാറ്റുകളോ ഒക്കെ നമ്മുടെ ജീവിത പടകിനെ തകർത്ത് കളയുവാൻ ആഞ്ഞടിക്കുമ്പോൾ അതിനെ ശാസിക്കുവാൻ കഴിവുള്ള ഒരുവൻ നമ്മുടെ ജീവിത പടകിൻ്റെ അമരത്തുണ്ട്. ഒരുപക്ഷെ നാം വായിക്കുന്ന പോലെ തിരകൾ തള്ളിക്കയറി പടക് മുങ്ങുമാറാകുന്ന സമയത്ത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നരുളി ചെയ്ത കർത്താവിൻ്റെ സ്വർഗീയമായ കരം നമ്മോട് കൂടെ ഉള്ളതോർത്ത് നമുക്ക് ആശ്വസിക്കുവാൻ സാധിക്കും. ഇന്ന് രാവിലെ ഈ വചനം നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തട്ടെ. ജീവിതത്തിൽ നല്ല ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ഈ വചനം നമുക്ക് സഹായകമാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ പടക് പലപ്പോഴും കൊടുങ്കാറ്റടിച്ച് തകർന്നു പോകാവുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ പടക് തിരകൾ തള്ളിക്കയറിയിട്ട് മുങ്ങുമാറായിട്ടുണ്ട്.
ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഭയവിഹുലരായി വിലപിച്ചിട്ടുണ്ട്. എല്ലാം തകർന്നടിഞ്ഞുപോയി എന്ന് ഞങ്ങൾ വല്ലാതെ വിചാരിച്ച് ഭ്രമിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും ജീവിതത്തിലെ ആശ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാവുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ കർത്താവേ, ആ സമയങ്ങളിലെല്ലാം അവിടുന്ന് ഞങ്ങളുടെ ജീവിത പടകിനെ നേരെ നിർത്തിയത് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ മനസ്സ് വിഷമിച്ചപ്പോൾ, ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞപ്പോൾ, കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ അരികിലേക്ക് വന്ന് ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങളുടെ കണ്ണുനീരൊപ്പി ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ അവിടുത്തെ കരങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് രാവിലെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിത പടകിൻ്റെ അമരത്ത് അവിടുന്നുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിത പടകിനെ നിയന്ത്രിക്കുന്നത് അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത പടകിൻ്റെ ഏറ്റവും ആദ്യം തകർന്നു പോകുവാൻ സാധ്യതയുള്ള സ്ഥാനത്ത് അവിടുന്നുള്ളതിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കെതിരായി വരുന്ന എല്ലാ പ്രയാസങ്ങളെയും, കൊടുങ്കാറ്റുകളെയും, ചുഴലിക്കാറ്റുകളെയും എല്ലാം ശാസിച്ചമർത്തുവാൻ കഴിവുള്ള അവിടുന്ന് ഞങ്ങളുടെ ജീവിത പടകിലുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരെ ധൈര്യപ്പെടുത്തണമേ. അവരുടെ ജീവിത പടകിൻ്റെ അമരത്ത് കർത്താവുള്ളത് തിരിച്ചറിയുവാൻ അവരെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ജീവിപ്പാനുള്ള ദൈവകൃപ അവർക്ക് നൽകിയാട്ടെ. ഏതൊരു പ്രശ്നത്തിൻ്റെയും മുൻപാകെ ധൈര്യത്തോടെ മുൻപോട്ട് ജീവിക്കുവാനുള്ള എല്ലാ ദൈവകൃപയും നൽകിയവരെ ശക്തീകരിച്ചാട്ടെ. ദുഃഖിതർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും നൽകണമേ കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.